ആധുനിക പഠനങ്ങൾ കാണിക്കുന്നത് മദ്യം കഴിക്കുന്നവരുടെ കരൾ ചുരുങ്ങുന്നത് പോലെ ബ്രെയിനും ചുരുങ്ങുന്നു എന്നാണ്. കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ മദ്യ ബിസിനസ് 4 ട്രില്യൺ രൂപയിലെത്തി. 7% വളർച്ചയാണ് ഓരോ വർഷവും പ്രതീക്ഷിക്കുന്നത്. പണ്ട് കള്ളും വാറ്റുചാരായവുമായിരുന്നു മലയാളിയെ സംബന്ധിച്ചിടത്തോളം മദ്യം. ഇന്ന് വൈനും ഓട്കയും ബിയറും ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും ഇറക്കുമതി ചെയ്യുന്ന മദ്യവും ഒക്കെ മലയാളികളുടെ നിത്യജീവിതത്തിൻ്റെ ആഘോഷങ്ങളുടെ ഒക്കെ ഒരു പ്രധാന ഘടകമാണ്. മദ്യപാനശീലം സ്ത്രീകളുടെ ഇടയിലും കൂടി വരുന്നു. ഒപ്പം തന്നെ കരൾ രോഗങ്ങളും. മദ്യം മൂലമുള്ള മാനസിക രോഗങ്ങളും ക്യാൻസറും ഒക്കെ കൂടി വരുന്നു. മദ്യത്തിൻ്റെ ഉൽപാദന രീതിയും അതിൽ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നു എന്നും അവ ശരീരത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നും മദ്യം ഉപയോഗിക്കുന്ന എല്ലാവരും അറിയണം. എങ്കിൽ മാത്രമേ അത് മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെടാനാവൂ. ഇഞ്ചക്ഷന് മുമ്പ് ത്വക്ക് അണുമുക്തമാക്കാനും മരുന്നുകളുടെ നിർമ്മാണത്തിൽ സോൾവൻ്റായും മോഡേൺ മെഡിസിൻ്റെയും ആയുർവേദം, ഹോമിയോ തുടങ്ങിയ മിക്ക വൈദ്യശാസ്ത്ര ശാഖകളിലെ മരുന്നുകളുടെയും ഭാഗമാണ് മദ്യത്തിലെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റായ ഈഥൈൽ ആൽക്കഹോൾ. പിന്നെ എന്തുകൊണ്ടാണ് മദ്യം വിഷമാണ് എന്ന് പറയുന്നത്? പലർക്കും ഭക്ഷണത്തിൻ്റെ ഭാഗമാണ് മദ്യം. ആൽക്കഹോളിനെ ഇന്ധനമായി ഉപയോഗിച്ച് കാറും മറ്റു വാഹനങ്ങളും ഓടിക്കാം. മനുഷ്യ ശരീരത്തിനും ആൽക്കഹോളിനെ ഊർജ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാം. ഒപ്പം തന്നെ കൂടുതലുള്ളത് കൊഴുപ്പാക്കി മാറ്റി സംഭരിക്കാനും സാധിക്കും. 1 ഗ്രാം അരിയിൽ 4 കാലോറി ഊർജം ഉണ്ടാക്കാൻ ശരീരത്തിനാകും. അതേസമയം 1 ഗ്രാം ആൽക്കഹോളിൽ നിന്നും 7 കലോറി ഊർജം ഉണ്ടാക്കാനാകും. അതായത് അരിയും ഗോതമ്പും പോലെ ഒരു ഊർജ സ്രോതസ്സാണ് മനുഷ്യ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം ആൽക്കഹോളും. അമിതമായാൽ അമൃതും വിഷം എന്നാണല്ലോ. ഇത് മദ്യത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, അരിയും ഗോതമ്പും പഞ്ചസാരയും ഉപ്പും പോലെ എല്ലാ ഭക്ഷ്യവസ്തുക്കളുടെ കാര്യത്തിലും ആപ്ലിക്കബിളാണ്. അമിതമായാൽ അവ വിഷം പോലെ ശരീരത്തിന് ദോഷകരമായി മാറും. മദ്യപാനികളിലെ ഫാറ്റി ലിവറിനും കരൾ രോഗങ്ങൾക്കും കാരണം ആൽക്കഹോളാണ്. അതുപോലെ നോൺ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ്, അതായത് അമിത മദ്യപാനികൾ അല്ലാത്തവർക്കുണ്ടാകുന്ന ഫാറ്റി ലിവറിന് കാരണം ഭക്ഷണത്തിൽ അന്നജവും കൊഴുപ്പും അമിതമാകുന്നതാണ്. കാർബോഹൈഡ്രേറ്റ്, അതായത് അരി, ഗോതമ്പ്, പഴങ്ങൾ, കരിമ്പ്, ഉരുളക്കിഴങ്ങ്, തെങ്ങ്, പന തുടങ്ങിയവയുടെ പൂക്കൾ ചെത്തിയെടുക്കുന്ന നീര് തുടങ്ങിയ സ്റ്റാർച്ച് അടങ്ങിയ വസ്തുക്കളെ സൂക്ഷ്മാണുവായ ഈസ്റ്റ് ഫെർമെൻ്റ് ചെയ്യുമ്പോഴാണ് ആൽക്കഹോൾ ഉണ്ടാകുന്നത്. മദ്യം പ്രധാനമായും 3 തരമാണ്: ഫെർമെൻറ്റഡ് ഡ്രിങ്ക്സ്, ഡിസ്റ്റിൽഡ് ഡ്രിങ്ക്സ്, മിക്സഡ് ഡ്രിങ്ക്സ്. ആദ്യമായി ഫെർമെൻറ്റഡ് ഡ്രിങ്ക്സ് എന്ത് എന്ന് നോക്കാം. ഫെർമെൻറ്റേഷൻ കഴിഞ്ഞ് നേരിട്ട് ഉപയോഗിക്കുന്ന മദ്യമാണിത്. ഫെർമെൻറ്റേഷനിൽ ഗ്ലൂക്കോസിനെ ആൽക്കഹോളും കാർബൺ ഡൈ ഓക്സൈഡും ആക്കി മാറ്റുകയാണ്. കള്ള്, വൈൻ, ബിയർ, മീഡ് തുടങ്ങിയവ ഈ വിഭാഗത്തിലാണ് പെടുന്നത്. ഫെർമെൻറ്റേഷൻ സമയം കൂടുന്നതനുസരിച്ച് അതിലെ ആൽക്കഹോൾ കണ്ടൻറ്റ് കൂടി വരും. അതായത് രാവിലെ പനയിൽ നിന്നെടുക്കുന്ന കള്ളിൽ 1% ആൽക്കഹോൾ മാത്രമേ ഉണ്ടാകൂ. അതൊരു എനർജി ഡ്രിങ്കായി ഉപയോഗിക്കാം. പക്ഷേ മൺകലത്തിൽ 12 മണിക്കൂർ വെച്ചിരുന്നാൽ ഫെർമെൻറ്റേഷൻ നടന്ന് ആൽക്കഹോളിൻ്റെ കണ്ടൻറ്റ് കൂടി അത് ഏകദേശം 7 10 അതിൽ കൂടുതലോ ശതമാനത്തിലേക്കെത്താം. പഴകിയ വീഞ്ഞിന് വീര്യം കൂടുന്നതും ഫെർമെൻറ്റേഷൻ നടന്ന് ആൽക്കഹോൾ കണ്ടൻറ്റ് കൂടുന്നതിനാലാണ്. മാത്രമല്ല, അങ്ങനെ മാച്യൂരിറ്റി കൂടിയ വൈനിനെ ഉണ്ടാക്കാനായി പ്രത്യേകം തടി കൊണ്ടുണ്ടാക്കിയ പാത്രങ്ങളിലാണ് സൂക്ഷിക്കുക. വെള്ളത്തിൽ അലിയാത്ത പല വസ്തുക്കളും ആൽക്കഹോളിൽ അലിയും. തടിയിലടങ്ങിയ രാസവസ്തുക്കൾ കാലക്രമത്തിൽ ആൽക്കഹോളിൽ ലയിക്കുന്നതോടെ നിറത്തിനും രുചിക്കും മണത്തിനും ഒക്കെ വ്യത്യാസം വരും. ഈസ്റ്റിന് 18% കൂടുതൽ വീര്യമുള്ള മദ്യത്തിൽ ജീവിക്കാനാകില്ല. അതിനാൽ നാച്ചുറൽ വൈൻ എത്ര കാലം സൂക്ഷിച്ചാലും 18% കൂടുതൽ ആൽക്കഹോൾ ഉണ്ടാകില്ല.
കൂടുതൽ പതയുന്ന ഷാമ്പയിൻ പോലുള്ള സ്പാർക്ലിംഗ് വൈൻ ഉണ്ടാക്കാനായി വൈൻ വീണ്ടും ഷുഗറും ഈസ്റ്റും ചേർത്ത് ഡബിൾ പ്രോസസ്സിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോഡ ഉണ്ടാക്കുന്ന പോലെ വൈനിൽ കൃത്രിമമായി കാർബൺ ഡൈ ഓക്സൈഡ് ലയിപ്പിച്ച് ചേർത്തും സ്പാർക്ലിംഗ് വൈൻ ഉണ്ടാക്കാനാകും. ഫെർമെൻറ്റ് ചെയ്തുണ്ടാക്കിയ മദ്യം ഡിസ്റ്റിൽ ചെയ്ത്, അതായത് വാറ്റി അതിലെ ആൽക്കഹോൾ വേർതിരിച്ച് സ്ട്രോങ് ആക്കിയ മദ്യത്തെയാണ് ഡിസ്റ്റിൽഡ് ഡ്രിങ്ക് എന്ന് പറയുന്നത്. ചാരായം, വിസ്കി, ബ്രാൻഡി, റം, വോഡ്ക, ജിൻ തുടങ്ങിയൊക്കെ ഈ വിഭാഗത്തിലാണ് പെടുന്നത്. 40 മുതൽ 60% ആൽക്കഹോളാണ് ഇത്തരം ഡ്രിങ്ക്സിൽ ഉണ്ടാകുക. ഫെർമെൻറ്റഡ് ഡ്രിങ്ക്സിൻ്റെ വീര്യം കൂട്ടാനായി ഡിസ്റ്റിൽഡ് സ്പിരിറ്റും കൂടി പ്രത്യേക അനുപാതത്തിൽ മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്ന ഷെറി പോലുള്ള മദ്യമാണ് ഈ വിഭാഗത്തിൽപ്പെടുന്നത്. പലതരം നാച്ചുറലും ആർട്ടിഫിഷ്യലും ആയ രുചിക്കൂട്ടുകളും കെറാമൽ പോലുള്ള കൃത്രിമ നിറങ്ങളും ഒക്കെ ചേർത്താണ് ഓരോ പ്രത്യേക ബ്രാൻഡ് മദ്യവും ഉണ്ടാക്കുന്നത്. ഏത് മദ്യമാണെങ്കിലും അതിലെ ആക്റ്റീവ് ഘടകം ഈഥൈൽ ആൽക്കഹോളും മീഡിയം വെള്ളവുമാണ്. ഫെർമെൻറ്റ് ചെയ്യാനായി വയ്ക്കുന്നതിൽ ഏത് പഴവർഗ്ഗമാണ്, ധാന്യമാണ്, കിഴങ്ങുവർഗ്ഗമാണ് ഇട്ടത് എന്നതും, ഒപ്പം ജീവികളെയോ മറ്റ് നോൺ വെജ് ഐറ്റംസോ കെമിക്കലുകളോ ചേർത്തിട്ടുണ്ടോ, എത്ര ശതമാനം ആൽക്കഹോൾ ഉണ്ട് തുടങ്ങിയവ അനുസരിച്ചാണ് മദ്യത്തിൽ ന്യൂട്രീഷൻ സ്റ്റാറ്റസും ടോക്സിക് ലെവലും, അതായത് ശരീരത്തിന് എത്ര ദോഷം ചെയ്യും എന്നത്. അടുത്തത് സ്റ്റാൻഡേർഡ് ഡ്രിങ്ക് എന്താണ് എന്ന് മനസ്സിലാക്കുകയാണ്. ABV ആൽക്കഹോൾ ബൈ വോളിയം അനുസരിച്ചാണ് മദ്യം എത്ര സ്ട്രോങ് ആണ് എന്ന് തീരുമാനിക്കുന്നത്. 14 ഗ്രാം ആൽക്കഹോൾ ഉള്ള ഡ്രിങ്കിനെയാണ് സാധാരണ ഒരു സ്റ്റാൻഡേർഡ് ഡ്രിങ്ക് എന്ന് പറയുന്നത്. 5% ആൽക്കഹോൾ ഉള്ള 10 ml ബിയറിലും 10% ആൽക്കഹോൾ ഉള്ള 5 ഔൺസ് വൈനിലും 45% ആൽക്കഹോൾ ഉള്ള 1 ഔൺസ് ഡിസ്റ്റിൽഡ് സ്പിരിറ്റായ വിസ്കി, ബ്രാൻഡി, വോഡ്ക തുടങ്ങിയവയിലും ഏകദേശം 14 ml ആൽക്കഹോളാണ് ഉണ്ടാകുക. മദ്യത്തിലെ പ്രധാന ഘടകങ്ങൾ വെള്ളവും ആൽക്കഹോളുമാണ്. വെള്ളവും ആൽക്കഹോളും വളരെ നല്ല സോൾവൻ്റാണ്, അതായത് മറ്റു വസ്തുക്കളെ അതിൽ അലിയിച്ച് നിർത്താനുള്ള കഴിവുള്ള ദ്രാവകങ്ങൾ ആണ്. ഇവ രണ്ടും കൂടിയ മദ്യത്തിൽ ഒട്ടുമിക്ക വസ്തുക്കളും അലിയും. മദ്യവും വെള്ളവുമല്ലാതെ എന്തൊക്കെ അതിൽ അലിഞ്ഞിട്ടുണ്ടോ അതാണ് ഓരോ മദ്യ ബ്രാൻഡിനും വ്യത്യസ്ത രുചിയും നിറവും മണവും നൽകുന്നത്. സാധാരണ മദ്യത്തിൻ്റെ കവറിൽ ആൽക്കഹോൾ കണ്ടൻറ്റ് എത്ര എന്ന് മാത്രമേ എഴുതാറുള്ളൂ. അതിനാൽ ഇന്ന് ലഭിക്കുന്ന മദ്യത്തിൽ ആൽക്കഹോളും വെള്ളവുമല്ലാതെ മറ്റെന്തൊക്കെ ഉണ്ടാകാം എന്ന് അറിയാൻ മാർഗമൊന്നുമില്ല. രോഗികളെ ഉറക്കാനായും അപസ്മാരത്തിൻ്റെയും മാനസിക രോഗങ്ങളുടെയും ചികിത്സയ്ക്കായും ഉപയോഗിക്കുന്ന ബ്രെയിൻ ആക്ടിവിറ്റി കുറയ്ക്കുന്ന ചില മരുന്നുകൾ കള്ളിൽ വീര്യം കൂട്ടാനായി ഉപയോഗിക്കുന്നതായി കേട്ടിട്ടുണ്ട്. അതുപോലെ അനധികൃതമായി വാറ്റുചാരായം ഉണ്ടാക്കുന്നവർ അതിൻ്റെ വീര്യം കൂട്ടാനായി ഉപയോഗശൂന്യമായ ബാറ്ററി പൊട്ടിച്ചിടുന്നു തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. ഒട്ടുമിക്ക രാസവസ്തുക്കളും ആൽക്കഹോളിൽ അലിയും. അഡിക്ഷനും ഉന്മാദവും ഉണ്ടാക്കുന്ന പല വസ്തുക്കളും ഇന്ന് യഥേഷ്ടം ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ ഓരോ ബ്രാൻഡ് മദ്യത്തിലും ആൽക്കഹോളിനൊപ്പം എന്തൊക്കെ ഉണ്ടാകും എന്നതും വളരെ പ്രധാനമാണ്. അരി, ഗോതമ്പ് തുടങ്ങിയ ധാന്യങ്ങൾ, കരിമ്പ്, ഉരുളക്കിഴങ്ങ്, കപ്പ തുടങ്ങിയ കിഴങ്ങുവർഗ്ഗങ്ങൾ, പഴങ്ങൾ തുടങ്ങി അന്നജം കൂടുതലുള്ള എന്തിനേയും ഈസ്റ്റ് ഇട്ട് വെച്ചിരുന്നാൽ ആൽക്കഹോൾ ഉണ്ടാക്കാം. ഷുഗർ ഫാക്ടറിയിൽ ഷുഗർ ഉണ്ടാക്കിയ ശേഷമുള്ള ബൈ പ്രോഡക്റ്റ് ഫെർമെൻറ്റ് ചെയ്ത് വാറ്റി ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രിയൽ സ്പിരിറ്റാണ് ഇന്ന് ഇന്ത്യയിൽ മദ്യനിർമ്മാണത്തിനായി പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഇത്തരം സ്പിരിറ്റിൽ 95 മുതൽ 99% ആൽക്കഹോൾ ഉണ്ട്. ഇതിൽ വെള്ളം ചേർത്ത് 40 മുതൽ 60% ആൽക്കഹോളാക്കി
അതിൽ നിറത്തിനും രുചിക്കും മണത്തിനുമായി മറ്റു വസ്തുക്കൾ ചേർത്ത് ഉണ്ടാക്കുന്നതാണ് ഒട്ടുമിക്ക വിസ്കി, ബ്രാൻഡി, വോഡ്ക, ജിൻ തുടങ്ങിയ ഡിസ്റ്റിൽഡ് വിഭാഗത്തിൽപ്പെട്ട മദ്യങ്ങൾ. വൈൻ, ബിയർ, കള്ള് തുടങ്ങിയവയിലെ ആൽക്കഹോൾ കണ്ടൻറ്റ്, അതായത് വീര്യം കൂട്ടാനായും സ്പിരിറ്റാണ് ഉപയോഗിക്കുന്നത്. ലിറ്ററിന് 15-20 രൂപ മാത്രം വില വരുന്ന സ്പിരിറ്റിൽ അത്രയും തന്നെയോ അതിൽ കൂടുതലോ വെള്ളം ചേർത്ത് ഒരു പോഷകമൂല്യവും ഇല്ലാത്തതെന്ന് മാത്രമല്ല, ആരോഗ്യത്തിന് ഹാനികരമാകാവുന്ന പല വസ്തുക്കളും നിറത്തിനും രുചിക്കും മണത്തിനുമായി ചേർത്ത് ആകർഷകമായ കുപ്പികളിലാക്കി വിപണിയിലെത്തിക്കുന്ന വസ്തുവാണ് 100-500 മടങ്ങ് വില കൊടുത്ത് വാങ്ങുന്നത്. മാത്രമല്ല, പലരും മദ്യക്കുപ്പികളെ പ്രത്യേക ഷോക്കേസിനകത്താക്കി അഭിമാനത്തോടെ വീട്ടിൽ വരുന്ന അതിഥികൾക്ക് കാണത്തക്ക രീതിയിൽ പ്രദർശിപ്പിക്കുന്നു. വീണ്ടും പുരോഗമിച്ച് വീട്ടിനുള്ളിലോ ഗാർഡനിലോ ആയി ഒരു ബാറും കൂടി ഫിറ്റ് ചെയ്യുന്ന കാലമാണിത്. ആരോഗ്യം നശിപ്പിക്കുന്ന, കരളിനെയും തലച്ചോറിനെയും നശിപ്പിക്കുന്ന, കുടിവെള്ളത്തിൻ്റെ വില പോലും ഇല്ലാത്ത വസ്തു ഇത്ര പ്രാധാന്യത്തോടെ നമ്മുടെ വീട്ടിലും ആഘോഷങ്ങൾക്കും ഇടയിലെത്താൻ കാരണം എന്തെന്ന് നാം ചിന്തിക്കണം. ആരോഗ്യത്തിന് ഹാനികരമെന്നും മദ്യപിച്ച് വണ്ടി ഓടിക്കരുത് എന്നും നിയമപ്രകാരം എഴുതി വച്ചിരിക്കുന്ന മദ്യത്തിൻ്റെ കുപ്പിക്ക് പോലും ഇത്ര പ്രാധാന്യം നൽകുന്നത് കണ്ടു വളരുന്ന കുട്ടികൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അവരിൽ നിന്നും നാം എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? ശരീരത്തിന് ഊർജമായി ഉപയോഗിക്കാവുന്ന മദ്യം എന്തുകൊണ്ടാണ് കരൾ രോഗങ്ങൾക്ക് കാരണമാകുന്നത് എന്ന് മദ്യം ഉപയോഗിക്കുന്ന ഓരോ വ്യക്തിയും അറിയണം. ആൽക്കഹോളിനെ ലിവർ ആദ്യം ആൽഡിഹൈഡായും പിന്നെ അസറ്റേറ്റായും മാറ്റും. അസറ്റേറ്റാണ് എനർജി ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കപ്പെടുന്നത്. കൂടുതലുള്ള അസറ്റേറ്റിനെ ലിവർ ഗ്ലൈക്കോജനാക്കിയോ കൊഴുപ്പാക്കിയോ മാറ്റി സംഭരിക്കും. ആദ്യ മെറ്റബോളിക് പ്രോഡക്റ്റായ ആൽഡിഹൈഡ് വളരെ ടോക്സിക്കാണ്. അത് പെട്ടെന്ന് തന്നെ അസറ്റേറ്റായി മാറ്റപ്പെടും. പക്ഷേ ആൽഡിഹൈഡിനെ അസറ്റേറ്റാക്കി മാറ്റാനുള്ള എൻസൈമിൻ്റെ അളവ് ചിലരിൽ കുറവായിരിക്കും. അങ്ങനെയുള്ളവർ കുറച്ച് മദ്യമേ കഴിക്കുന്നുള്ളൂ എങ്കിലും കരൾ നശിക്കാൻ ഇടയാകും. അമിതമായി മദ്യം കഴിക്കുമ്പോൾ എൻസൈമിൻ്റെ ക്രമാതീതമായ ഉപയോഗം മൂലം ലിവറിന് ആവശ്യത്തിന് ഉണ്ടാക്കാൻ കഴിയാത്തതിനാൽ ആൽക്കഹോളും ആൽഡിഹൈഡും ഒക്കെ കൂടുതൽ നേരം കരൾ കോശങ്ങളിൽ കെട്ടി നിൽക്കാനിടയാകുന്നത് ഹെപ്പറ്റൈറ്റിസും സിറോസിസും ക്യാൻസറും പോലുള്ള കരൾ രോഗങ്ങൾക്ക് കാരണമാകും. ആൽക്കഹോൾ പ്രധാനമായും ബാധിക്കുന്നത് നെർവ്സിനെയും തലച്ചോറിനെയുമാണ്. മദ്യം കുടിച്ച് 30 സെക്കൻഡിനുള്ളിൽ തന്നെ ആൽക്കഹോൾ ബ്രെയിനിലെത്തും. നെർവുകൾ തമ്മിലുള്ള ആശയവിനിമയത്തെയാണ് ആദ്യം ബാധിക്കുക. ആൽക്കഹോൾ നെർവ്സിനെയും ബ്രെയിനിനെയും ഡിപ്രസ് ചെയ്യുക അഥവാ തളർത്തുകയാണ് ചെയ്യുന്നത്. ഈ നെർവ് ഡിപ്രഷൻ ടെൻഷനും മാനസിക പിരിമുറുക്കവും ഇൻഹിബിഷൻസും കുറയ്ക്കുന്നതിനാൽ സംസാരിക്കാനും പാട്ടുപാടാനും ഡാൻസ് ചെയ്യാനും ഒക്കെയുള്ള മടി മാറി താല്പര്യം കൂടും. ലൈംഗിക ശേഷി കുറയുമെങ്കിലും ലൈംഗിക താല്പര്യം കൂടും. നമ്മൾ നിയന്ത്രിച്ചു നിർത്തിയിരിക്കുന്ന പല ചിന്തകളും പ്രവൃത്തികളും അനിയന്ത്രിതമാകും. അതാണ് മദ്യലഹരിയിൽ ആയിരിക്കുമ്പോൾ ലൈംഗിക അതിക്രമങ്ങളും മാതാപിതാക്കളെയും മക്കളെയും ഭാര്യയെയും ഒക്കെ ഉപദ്രവിക്കുക തുടങ്ങി സ്വബോധമുള്ളപ്പോൾ ഒരിക്കലും ചെയ്യാത്ത പല ക്രിമിനൽ പ്രവൃത്തികളും ചെയ്യാനിട വരുന്നത്. ആൽക്കഹോൾ നെർവുകളെ ബാധിക്കുന്നതിനാൽ ബ്രെയിനിൻ്റെ ഇൻഫർമേഷൻ സ്റ്റോറേജ് നടക്കാതെ പോകുന്നു. അതിനാലാണ് മദ്യലഹരിയിൽ ചെയ്തതോ പറഞ്ഞതോ ഒന്നും ഓർത്തെടുക്കാൻ പറ്റാത്തത്. മാത്രമല്ല, ആൽക്കഹോളിൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് വിവേചനശേഷിയും ബൗദ്ധികമായ കഴിവുകളും പേശികളുടെ കൺട്രോളും ഒക്കെ കുറഞ്ഞുകൊണ്ടിരിക്കും. ആൽക്കഹോൾ നൽകി ബോധമില്ലാതാക്കി രഹസ്യങ്ങൾ ചോർത്താനും സാമ്പത്തിക കൈമാറ്റത്തിനുള്ള രേഖകൾ ഒപ്പിടിയിപ്പിക്കാനും ഒക്കെ കഴിയുന്നത് ഇതിനാലാണ്. ബ്രെയിനിൻ്റെ പ്രവർത്തനം തകരാറിലാകുന്നതിനാൽ തിരിച്ചറിവില്ലാതാകുന്നതാണ്
അമിതമായി കുടിക്കാനും ഡ്രൈവിംഗ് ആക്സിഡൻറ്റുകൾക്കും മദ്യപിച്ച ശേഷമുള്ള ക്രിമിനൽ സ്വഭാവത്തിനും ഒപ്പം കുടിച്ച സുഹൃത്തിനെ പോലും ഉപദ്രവിക്കാനും ഇടവരുന്നത്. ആൽക്കഹോൾ ടോക്സിസിറ്റി ഉണ്ടാക്കുന്ന നെർവ് ഡാമേജ് മൂലം ഹാർട്ട് അറ്റാക്കും ബോധക്ഷയവും മരണവും ഒക്കെ സംഭവിക്കാം. ബിഞ്ച് ഡ്രിങ്കിങ് അഥവാ ഇടയ്ക്കിടെയുള്ള ഹെവി ഡ്രിങ്കിങ്ങും സ്ഥിരമായ മദ്യപാനവും ബ്രെയിൻ കോശങ്ങളെ നശിപ്പിക്കുന്നതിനാൽ ഇവരുടെ ബ്രെയിൻ ചുരുങ്ങി ചെറുതാകുന്നു എന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. അതായത് മദ്യപാനിയുടെ കരൾ മാത്രമല്ല, ബ്രെയിനും ചുരുങ്ങുന്നു. സ്ഥിരമായി മദ്യം കുടിക്കുന്നവരിൽ ആൽക്കഹോളിനെ മെറ്റബോളൈസ് ചെയ്യുന്ന എൻസൈമിൻ്റെ അളവ് കൂടി വരും. അതിനാൽ കഴിക്കുന്ന ആൽക്കഹോൾ വേഗം മെറ്റബോളൈസ് ചെയ്യപ്പെടും. സ്ഥിരമായി കുടിച്ചു തുടങ്ങിയ കാലം ചെല്ലുന്നതനുസരിച്ച് കൂടുതൽ മദ്യം കുടിച്ചാൽ മാത്രമേ പൂസാകൂ എന്നത് ഇതുകൊണ്ടാണ്. ശരീരകോശങ്ങളെ ആൽക്കഹോളിൻ്റെ ടോക്സിക് ഇഫക്റ്റിൽ നിന്നും രക്ഷിക്കാനുള്ള ഒരു കരുതലാണിത്. കൂടാതെ ബ്രെയിനിലെ ആൽക്കഹോൾ ഉണ്ടാക്കുന്ന വ്യതിയാനങ്ങൾ മദ്യം കൂടുതൽ കഴിക്കാൻ മനസ്സിനെ പ്രേരിപ്പിക്കും. പൂസാകാനായി കൂടുതൽ കുടിച്ച് ശീലമാകുന്നതോടെ ആൽക്കഹോളും അതിൽ നിന്നുണ്ടാകുന്ന കൂടുതൽ ടോക്സിക്കായ ആൽഡിഹൈഡും മൂലം കരൾ കോശങ്ങൾ മാത്രമല്ല, നെർവ്സും ബ്രെയിനും ഒക്കെ നശിക്കാൻ ഇടയാകുന്നു. ആൽക്കഹോളിനോട് അഡിക്ഷൻ ആകുന്നതോടെ ബ്ലഡിലെ ആൽക്കഹോൾ ലെവൽ കുറയുമ്പോൾ മാനസികവും ശാരീരികവുമായ പലവിധ അസ്വസ്ഥതകളും ഉണ്ടാകും. മാനസികവും ശാരീരികവുമായ അസ്വസ്ഥതകളിൽ നിന്നും മോചനം ലഭിക്കാനായി വീണ്ടും വീണ്ടും കുടിക്കുന്നതോടെ ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങളും ജോലി ചെയ്യാനാകാതെ വരുന്നതും കുടുംബ ബന്ധങ്ങൾ തകരുന്നതും വ്യക്തിയെ മാത്രമല്ല കുടുംബത്തെയും തകർക്കുന്നു. മദ്യം ഉണ്ടാക്കിയോ മദ്യക്കച്ചവടം നടത്തിയോ പണം ഉണ്ടാക്കുന്ന സമ്പന്നർ ആരും തന്നെ അവർ ഉണ്ടാക്കുകയോ വിൽക്കുകയോ ചെയ്യുന്ന മദ്യം ഉപയോഗിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം മദ്യപാനികൾ മനസ്സിലാക്കണം. ബിസിനസ് നടത്താൻ അറിയുന്ന പോലെ അവർക്ക് അവരുടെ ആരോഗ്യം സംരക്ഷിക്കാനും അറിയാം. സ്വന്തം ആരോഗ്യവും കുടുംബത്തിൻ്റെ ഭദ്രതയും ഉറപ്പാക്കാൻ മദ്യത്തോടുള്ള ആസക്തി മാറ്റേണ്ടത് ഓരോ വ്യക്തിയുടെയും കുടുംബത്തിൻ്റെയും ആവശ്യമാണ്. അടുത്തതായി ആൽക്കഹോൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. അണുനാശിനിയായി ആൽക്കഹോൾ അഥവാ സ്പിരിറ്റ് ഉപയോഗിക്കുന്നു എന്ന് എല്ലാവർക്കും അറിയാം. ഗ്ലൂക്കോസിൽ നിന്നും ഊർജം ഉണ്ടാക്കുന്നതിലും വേഗത്തിൽ ആൽക്കഹോളിൽ നിന്നും ഊർജം ഉണ്ടാക്കാൻ ശരീരത്തിന് കഴിയും. നേരിയ അളവിൽ കഴിച്ചാൽ രക്തക്കുഴലുകളെ വികസിപ്പിക്കാനും ആൽക്കഹോളിന് കഴിയും. ആൽക്കഹോളിൻ്റെ ഈ കഴിവിനെയാണ് തണുപ്പുള്ള സ്ഥലത്ത് പെട്ടുപോയവരെ രക്ഷപ്പെടുത്തുമ്പോൾ ചിലപ്പോൾ ചികിത്സയുടെ ഭാഗമായി ആൽക്കഹോൾ മരുന്ന് പോലെ നൽകാൻ കാരണം. ആൽക്കഹോൾ നെർവ്സിനെ മരവിപ്പിക്കുന്നു. നേരിയ അളവിൽ കഴിച്ചാൽ മാനസിക സമ്മർദ്ദം കുറച്ച് മനസ്സിനെ വിഷമിപ്പിക്കുന്ന പ്രശ്നങ്ങളെ തൽക്കാലത്തേക്ക് മറക്കാൻ സഹായിക്കുന്നു. വീട്ടിലുണ്ടാക്കുന്ന നെല്ലിക്ക അരിഷ്ടവും വൈനും ഒക്കെ കഴിക്കുമ്പോൾ വയറിലെ അസ്വസ്ഥതകൾക്ക് ആശ്വാസം ലഭിക്കുന്നതിന് കാരണം ഒരു പരിധിവരെ അതിലെ ആൽക്കഹോൾ കുടലിലെ നെർവ്സിനെ മന്ദീഭവിപ്പിക്കുന്നതിനാലാണ്. പട്ടാളക്കാരും നാവികരും പോലെ അപകടകരമായ ജോലികൾ ചെയ്യേണ്ടി വരുന്നവർക്ക് ചെറിയ അളവിൽ മദ്യം ഉപയോഗിച്ചാൽ പേടി മാറി കൂടുതൽ ധൈര്യം തോന്നും. ഇതാണ് പട്ടാളക്കാർ മദ്യം ഉപയോഗിക്കാൻ പ്രധാന കാരണം. ഇത്തരം റിസ്കി അവസരങ്ങളിൽ മരുന്നുപോലെ കൃത്യ അളവിൽ മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിച്ചില്ല എങ്കിൽ ഹാൻഡ് കോർഡിനേഷനും അനാലിറ്റിക്കൽ പവറും നഷ്ടമായാൽ ജീവന് തന്നെ ഭീഷണിയാകാം. പാരമ്പര്യമായി ഫൈൻ മൂവ്മെൻറ്റ് ആവശ്യമുള്ള ജോലി ചെയ്യുമ്പോൾ കൈക്ക് വിറയൽ അനുഭവപ്പെടുന്ന ഫെമിലിയൽ ട്രെമർ ഉള്ളവർക്കും നേരിയ അളവിൽ മരുന്നുപോലെ ആൽക്കഹോൾ കഴിച്ചാൽ വിറയൽ മാറും. ആൽക്കഹോൾ അഡിക്റ്റിൻ്റെ ബ്ലഡിലെ ആൽക്കഹോൾ താഴുമ്പോൾ വിറയൽ വരും. ആൽക്കഹോൾ ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായും രോഗിയുടെ അസ്വസ്ഥതകൾ കുറയ്ക്കാനായി ആൽക്കഹോൾ മരുന്നായി നൽകാറുണ്ട്. മിക്ക വിഷമദ്യ ദുരന്തങ്ങൾക്കും കാരണം മെഥനോൾ കലർന്ന മദ്യമാണ്. മെത്തലോണിൻ്റെ ടോക്സിസിറ്റി കുറയ്ക്കാനായി മദ്യദുരന്തങ്ങൾ ചികിത്സയുടെ ഭാഗമായി ആൽക്കഹോൾ നൽകാറുണ്ട്. എല്ലാ ശരീരകോശങ്ങൾക്കും
ദോഷം ഉണ്ടാക്കുമെങ്കിലും നെർവ് കോശങ്ങളെയാണ് മദ്യം ഏറ്റവും ദോഷകരമായി ബാധിക്കുന്നത്. കരൾ രോഗം മൂലമാകാം രോഗി മരിക്കുന്നത്. പക്ഷേ ബ്രെയിനിനെയും നെർവുകളെയും നശിപ്പിക്കുന്നത് ശാരീരിക പ്രശ്നങ്ങൾക്കുപരി മാനസികവും ബുദ്ധിപരവുമായ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നത് ജോലിയെയും സാമ്പത്തിക ഭദ്രതയെയും വ്യക്തിബന്ധങ്ങളെയും തകർക്കുന്നത് മദ്യപാനിയെ മാത്രമല്ല, അവരുടെ കുടുംബത്തെ ഒന്നാകെയാണ് തകർക്കുന്നത്. ആൽക്കഹോൾ ഇമ്മ്യൂണിറ്റി കുറയ്ക്കുന്നതിനാൽ അണുബാധകളും ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളും ക്യാൻസറും വരാനുള്ള സാധ്യതയും അവ മൂലമുള്ള മരണസാധ്യതയും വർദ്ധിപ്പിക്കുന്നു. മദ്യത്തിൻ്റെ ഉപയോഗത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന മലയാളികൾ ആരോഗ്യത്തിന് ഹാനികരമാകാത്ത രീതിയിൽ എത്ര മദ്യം ഉപയോഗിക്കാം എന്നറിയേണ്ടത് ആവശ്യമാണ്. മദ്യത്തിലെ ആൽക്കഹോൾ എത്ര ശതമാനമാണ്? ആൽക്കഹോളിനൊപ്പം എന്തൊക്കെ വസ്തുക്കളാണ് അതിൽ അടങ്ങിയിരിക്കുന്നത്? മദ്യത്തിനൊപ്പം കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഘടന, എത്ര സമയം കൊണ്ടാണ് എത്ര മദ്യം കഴിച്ചു തുടങ്ങിയ ഘടകങ്ങളെ ആസ്പദമാക്കിയാണ് മദ്യം കരളിനും ബ്രെയിനിനും ഒക്കെ എത്ര ദോഷകരമാകാമെന്നത്. ഒപ്പം തന്നെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളോ അവയ്ക്കായി മരുന്നുകളോ കഴിക്കുന്നുണ്ടോ എന്നതും പ്രധാനമാണ്. ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് 15 മുതൽ 30 ml ആൽക്കഹോൾ, 7% താഴെ മാത്രം ആൽക്കഹോൾ അടങ്ങിയ മദ്യം പതുക്കെ സിപ്പായി 30 മുതൽ 60 മിനിറ്റിൽ 1-2 ആഴ്ചയിൽ ഒരിക്കൽ മാത്രം കുടിച്ചാൽ ലിവറിന് കേടുവരാതെ മദ്യം ഉപയോഗിക്കാൻ സാധിച്ചെന്നിരിക്കും. ദിവസവും കുടിച്ചാൽ ആൽക്കഹോളിനെ മെറ്റബോളൈസ് ചെയ്ത് ഊർജമാക്കി മാറ്റുന്ന പ്രോസസ്സിൻ്റെ സ്പീഡ് കൂടുന്നതിനാൽ കൂടുതൽ മദ്യം ഉപയോഗിച്ചാലേ ഉദ്ദേശിക്കുന്ന റിലാക്സേഷനും റിക്രിയേഷണൽ ഇഫക്റ്റും കിട്ടൂ. ഇത് കൂടുതൽ കുടിക്കാനും അഡിക്റ്റായി മാറാനും ഉള്ള സാധ്യത വർദ്ധിപ്പിക്കും. അടുത്ത കാലത്തായി മദ്യം ഉപയോഗിക്കുന്ന സ്ത്രീകളുടെ എണ്ണം മലയാളികളുടെ ഇടയിൽ കൂടി വരികയെന്നതായാണ് കാണുന്നത്. സ്ത്രീകൾ മദ്യം ഉപയോഗിച്ച് തുടങ്ങിയാൽ പുരുഷന്മാരെക്കാൾ പെട്ടെന്ന് അഡിക്റ്റായി മാറാൻ സാധ്യതയുണ്ട്. ഗർഭിണികൾ മദ്യം ഉപയോഗിച്ചാൽ കുഞ്ഞിൻ്റെ ശാരീരിക വളർച്ചയെ മാത്രമല്ല മാനസികവും ബുദ്ധിപരവുമായ വളർച്ചയെ പ്രതികൂലമായി ബാധിക്കും. അതിനാൽ സ്ത്രീകൾ കഴിവതും മദ്യം കഴിച്ച് ശീലിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കുടിച്ചാൽ തന്നെ 7% താഴെ മാത്രം വീര്യമുള്ളതും 14 ml താഴെ മാത്രം ആൽക്കഹോൾ ഉള്ളതുമായ ഡ്രിങ്ക് മാസത്തിൽ 1-ൽ കൂടുതൽ ആകാതിരിക്കാൻ ശ്രദ്ധിക്കുക. പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതോടെ പ്രഗ്നൻസിക്ക് 6 മാസം മുമ്പ് മുതലും പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴും ബ്രസ്റ്റ് ഫീഡിങ് സമയത്തും മദ്യം പൂർണ്ണമായും ഉപേക്ഷിക്കണം. അഡിക്ഷൻ സാധ്യത കൂടുതൽ ഉള്ളതിനാലും കൂടുതലായാൽ ലിവറിൻ്റെയും കുടലിൻ്റെയും പാൻക്രിയാസിൻ്റെയും നെർവ്സിൻ്റെയും ഒക്കെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നതിനാലും ഏറ്റവും സുരക്ഷിതം മദ്യം ഒഴിവാക്കുക തന്നെയാണ്. പൂർണ്ണമായും ഒഴിവാക്കാൻ കഴിയാത്തവർ കഴിക്കുന്ന മദ്യത്തെക്കുറിച്ച് നന്നായി മനസ്സിലാക്കാൻ ശ്രമിക്കണം. എത്ര ശതമാനം ആൽക്കഹോളാണുള്ളത്? ആൽക്കഹോൾ അല്ലാതെ എന്തെല്ലാം അതിലുണ്ടാകാം? അവ ആരോഗ്യത്തെ എത്രയധികം പ്രതികൂലമായി ബാധിക്കും തുടങ്ങിയ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കണം. പൂങ്കുല ചെത്തിയെടുക്കുന്ന കള്ളും മുന്തിരിയും നെല്ലിക്കയും പൈനാപ്പിളും പോലുള്ള പഴവർഗ്ഗങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന വൈനും തേൻ പുളിപ്പിച്ചുണ്ടാക്കുന്ന മീഡും ആപ്പിൾ ജ്യൂസിൽ നിന്നും ഉണ്ടാക്കുന്ന സെഡാറും ഒക്കെ 2-3% ആൽക്കഹോൾ മാത്രമേ ഉള്ളൂവെങ്കിൽ, കൃത്രിമ വസ്തുക്കളൊന്നും ചേർക്കാതെ ഉണ്ടാക്കിയതാണെങ്കിൽ മിതമായ അളവിൽ കഴിച്ചാൽ ആരോഗ്യത്തിന് ദോഷകരമാവില്ല. മറിച്ച് അത്തരം ഭക്ഷ്യവിഭവങ്ങളിൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന വൈറ്റമിനുകളും മിനറലുകളും ഒക്കെ ആരോഗ്യത്തിന് ഗുണവും ചെയ്യും. മാർക്കറ്റിൽ ലഭിക്കുന്ന ഒട്ടുമിക്ക മദ്യത്തിലും സ്പിരിറ്റും വെള്ളവും കൃത്രിമ രുചിക്കൂട്ടുകളും ആണ് പ്രധാന ഘടകങ്ങൾ. വിറ്റാമിനുകളോ മറ്റാവശ്യ പോഷകങ്ങളോ ഒന്നുമില്ലാത്ത ഇത്തരം ഡ്രിങ്കുകൾ ആമാശയത്തിൻ്റെയും കരളിൻ്റെയും ഞരമ്പുകളെയും ഒക്കെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കാം. ആൽക്കഹോൾ അല്ലാതെയും ആരോഗ്യത്തെ ഹാനികരമായി ബാധിക്കാവുന്ന പല വസ്തുക്കളും അവയിൽ അടങ്ങിയിട്ടുണ്ടാകാം. മദ്യപാനത്തിന് ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളാണ്.
ചിലർ മീറ്റിങ്ങുകളുടെ ഭാഗമായതിനാൽ കുടിക്കുന്നു. ഒരു മീറ്റിങ്ങിലും മദ്യം കുടിക്കണമെന്ന് നിർബന്ധമില്ല. മദ്യം കാണിച്ച് ആളുകളെ കൂട്ടാനുള്ള സംഘാടകരുടെ ശ്രമമാണ് മദ്യസൽക്കാരം എന്ന തിരിച്ചറിവ് മദ്യസൽക്കാരങ്ങളിൽ പങ്കെടുക്കുന്നവർ ഓർക്കണം. ഫ്രീ ആയിട്ട് കിട്ടുന്നതാണെങ്കിലും സ്വന്തം ബ്രെയിനും കരളുമാണ് ചുരുങ്ങുന്നത് എന്ന് മറക്കരുത്. മദ്യം വിളമ്പുന്ന സംഘാടകർക്ക് പല ഹിഡൻ അജണ്ടകളും ഉണ്ടാകാം, മറക്കരുത്. ക്ലബിൽ പോകാൻ കാരണം ഫ്രണ്ട്സിനെ കാണാനും സംസാരിക്കാനുമാണോ, അതോ മദ്യമാണോ അതിന് കാരണം? ബ്രെയിനും കരളും നശിപ്പിക്കാനായി ഒരു ഫ്രണ്ട്ഷിപ്പ് വേണോ? ചിലർ കുടിക്കുന്നത് ഉറക്കം കിട്ടാനായാണ്. മദ്യം നെർവിനെ മന്ദീഭവിപ്പിക്കുന്നു. അപ്പോൾ കിട്ടുന്നത് മയക്കമാണ്, ഉറക്കമല്ല. ഉറങ്ങുമ്പോഴാണ് ആരോഗ്യം വീണ്ടെടുക്കാനും നിലനിർത്താനുമായി ഇമ്മ്യൂൺ സിസ്റ്റം കേടായ കോശങ്ങൾക്ക് പകരം പുതിയ കോശങ്ങളെ ഉണ്ടാക്കുന്നതും കേടായവയെ ദഹിപ്പിക്കുന്നതും. ആൽക്കഹോളിൻ്റെ ഇഫക്റ്റിൽ മയങ്ങുമ്പോൾ ശരീരത്തിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റം മദ്യം മൂലം കോശങ്ങൾക്കുണ്ടായ ഡാമേജ് തടയാൻ പാടുപെടുകയാണ് എന്നോർക്കണം. ഇത് ഇമ്മ്യൂൺ സിസ്റ്റത്തെ തളർത്തുന്നതിനാൽ അണുബാധകളും ഓട്ടോഇമ്മ്യൂൺ രോഗങ്ങളും ക്യാൻസറും ഒക്കെ വരാനുള്ള സാധ്യത കൂട്ടും. ഉറക്കം കിട്ടാത്തത് ബ്രെയിനിനും നെർവ് കോശങ്ങൾക്കും വേണ്ട പോഷകങ്ങളും രക്തയോട്ടവും ലഭിക്കാത്തതിനാലാണ്. പോഷകസമ്പുഷ്ടമായ ഭക്ഷണത്തിനൊപ്പം വ്യായാമം ചെയ്ത് രക്തയോട്ടം കൂട്ടുകയാണ് നല്ല ഉറക്കം കിട്ടാനുള്ള ശരിയായ മാർഗം. മദ്യം ഉപയോഗിക്കുന്നവരും അവരുടെ മദ്യ ഉപയോഗം നിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ബന്ധുക്കളും ആദ്യമായി ചെയ്യേണ്ടത് കുടിച്ചു തുടങ്ങുമ്പോൾ മുതൽ അടുത്ത 12 മുതൽ 24 മണിക്കൂറിൽ, അതായത് മദ്യത്തിനടിമയായിരിക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത്, സംസാരവും പാട്ടും ഡാൻസും ബാലൻസ് ഇല്ലാത്ത പെരുമാറ്റവും ക്രിമിനൽ സ്വഭാവവും ഛർദ്ദിക്കലും അതിനുശേഷമുള്ള ബോധമില്ലാത്ത ഉറക്കവും ഉറക്കം എഴുന്നേൽക്കുമ്പോഴുള്ള ഹാങ് ഓവറും എല്ലാം ക്യാമറയിൽ റെക്കോർഡ് ചെയ്യുക എന്നതാണ്. മദ്യത്തിനടിമയാകുന്നതിന് മുമ്പ്, അതായത് മദ്യം ഉപയോഗിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ റെക്കോർഡ് ചെയ്യാനും ബോധമുണ്ടാകുമ്പോൾ അത് കാണാനും അവസരം ലഭിച്ചാൽ സ്വയം ബോധമില്ലാതെ മനസ്സിൻ്റെ സമനില തെറ്റി പെരുമാറുന്നത് കാണുന്നതോടെ മിക്കവാറും വീണ്ടും കുടിക്കാനുള്ള താല്പര്യം കുറയും. പലരും പിന്നെ മദ്യം തൊടുക പോലുമില്ല. ആൽക്കഹോൾ ഇഫക്റ്റിൽ മാനസിക സമനില തെറ്റി കുറച്ചു നേരത്തേക്കാണെങ്കിലും താനൊരു മാനസിക രോഗിയാകുകയാണ് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതോടെ ശീലമായാൽ ഭാവിയിൽ ഉണ്ടാകാവുന്ന അപകടം മനസ്സിലാക്കാൻ മിക്കവർക്കും സാധിക്കും. മദ്യം കരളിനെയല്ല, പ്രധാനമായും ബ്രെയിനിനെയും ഞരമ്പുകളെയുമാണ് ബാധിക്കുന്നത് എന്ന് മനസ്സിലാക്കുകയാണ് മദ്യത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ആദ്യപടി. മദ്യപാനികളെ ഡി അഡിക്ഷൻ സെൻറ്ററുകളിൽ അഡ്മിറ്റ് ചെയ്ത് ആൽക്കഹോളിൻ്റെ ലഭ്യത ഇല്ലാതാക്കി മരുന്നുകളും കൗൺസിലിങ്ങും നൽകി അഡിക്ഷൻ മാറ്റാനുള്ള ചികിത്സ നൽകുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും മദ്യപരുടെ സമനില തെറ്റി വ്യക്തിക്കും കുടുംബത്തിനും സമൂഹത്തിനും ഭീഷണിയാകുന്നതോടെ ബലമായി പിടിച്ചുകൊണ്ടുപോയി ഡി അഡിക്ഷൻ സെൻറ്ററിൽ സൈക്യാട്രിസ്റ്റിൻ്റെയും സൈക്കോളജിസ്റ്റിൻ്റെയും നേതൃത്വത്തിൽ മരുന്നുകളും കൗൺസിലിങ്ങും നൽകി മദ്യപാനത്തിൽ നിന്നും മുക്തി നൽകാനാണ് ശ്രമിക്കുന്നത്. രക്തത്തിലെ ആൽക്കഹോളിൻ്റെ അളവ് കുറയുമ്പോൾ പലവിധ മാനസികവും ശാരീരികവുമായ അസ്വസ്ഥതകൾ രോഗിക്കുണ്ടാകും. അത് കുറയ്ക്കാനുള്ള മരുന്നുകളാണ് പ്രധാനമായും നൽകുക. ആൽക്കഹോളിനോടുള്ള താല്പര്യം കുറയ്ക്കാൻ ഉതകുന്ന പല മരുന്നുകളും ഇന്ന് ലഭ്യമാണ്. ആൽക്കഹോളിൻ്റെ മെറ്റബോളിസത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന ആൽഡിഹൈഡിനെ മെറ്റബോളൈസ് ചെയ്യുന്ന എൻസൈമിനെ ബ്ലോക്ക് ചെയ്യുന്ന മരുന്നും നൽകാറുണ്ട്. ഈ മരുന്ന് കഴിക്കുന്നതിനൊപ്പം ആൽക്കഹോൾ കഴിച്ചാൽ രക്തത്തിലെ ആൽഡിഹൈഡിൻ്റെ അളവ് കൂടുന്നതിനാൽ അമിതമായി മദ്യം കഴിക്കുമ്പോൾ ഉണ്ടാകുന്നത് പോലെ തലവേദന, ഛർദിൽ തുടങ്ങിയ അസ്വസ്ഥതകൾ ഉണ്ടാകും. ഇത് വീണ്ടും മദ്യം ഉപയോഗിക്കുന്നത് തടയാൻ സഹായിക്കും. ചിലതരം അണുബാധകൾക്കായി നൽകുന്ന ചില ആൻറ്റിബയോട്ടിക് മരുന്നുകൾക്കൊപ്പം മദ്യം കഴിച്ചാലും ഇത്തരം അസ്വസ്ഥതകൾ അനുഭവപ്പെടാം. ഡി അഡിക്ഷൻ ചികിത്സയ്ക്ക് ശേഷം വീണ്ടും മദ്യപാനം തുടങ്ങുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ് എന്നതാണ് മറ്റൊരു പ്രശ്നം. മദ്യം ഉപയോഗിച്ച് ശീലമായവർക്ക്
നിർത്തണമെന്ന് വെച്ചാലും സാധിക്കാത്തതിന് കാരണം ബ്രെയിനിലും ഞരമ്പുകൾക്കും ഉണ്ടായ ഡാമേജാണ്. ഉത്തമമായ അളവിൽ പോഷകങ്ങളും വ്യായാമവും നൽകി കേടായ കോശങ്ങളെ എല്ലാം മാറ്റി പുതിയ ആരോഗ്യമുള്ള കോശങ്ങളെ ഉണ്ടാക്കാനുള്ള അവസരമൊരുക്കിയാൽ ആൽക്കഹോളിനോടുള്ള താല്പര്യം കുറയ്ക്കാനും അഡിക്ഷനിൽ നിന്നും മോചനം നേടാനും സാധിച്ചെന്നിരിക്കും. പ്രമേഹം, പ്രഷർ, ഫാറ്റി ലിവർ, സിറോസിസ് തുടങ്ങിയ കരൾ രോഗങ്ങൾ, അലർജി, ഇറിറ്റബിലിറ്റി, ഡിപ്രഷൻ തുടങ്ങിയ രോഗങ്ങൾ കൂടി ആൽക്കഹോൾ ശീലമാക്കിയ ഒട്ടുമിക്കവരിലും ഉണ്ടാകും. ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിലൂടെ മദ്യപാനത്തിൽ നിന്നും അതുണ്ടാക്കിയ കരൾ രോഗത്തിൽ നിന്നും മാത്രമല്ല, ഒപ്പമുള്ള പ്രമേഹം, പ്രഷർ, അലർജി, ത്വക്ക് രോഗങ്ങൾ തുടങ്ങിയവയിൽ നിന്നും കൂടി മോചനം നേടാൻ കഴിഞ്ഞെന്നിരിക്കും. പലരും മദ്യം ഉപയോഗിക്കുന്നത് സ്ട്രെസ് കുറയ്ക്കാനായാണ്. പോഷകങ്ങളുടെ കുറവും വ്യായാമക്കുറവും മൂലം ഹോർമോണുകളിൽ ഉണ്ടാകുന്ന അസന്തുലിതാവസ്ഥയാണ് ജീവിത പ്രശ്നങ്ങളെ ബൗദ്ധികമായി നേരിടാനാകാതെ സ്ട്രെസ്സും മാനസിക പിരിമുറുക്കവും ഒക്കെയാക്കി മാറ്റുന്നത്. ജീവിതശൈലി ക്രമീകരണത്തിലൂടെ എങ്ങനെ മദ്യാസക്തി കുറയ്ക്കാനാകും എന്ന് നോക്കാം. ജീവിതശൈലി ക്രമീകരണം എന്നാൽ ശരീരത്തിന് ഉത്തമമായി പ്രവർത്തിക്കാൻ വേണ്ട അവസരം ഉറപ്പുവരുത്താനുള്ള ശ്രമമാണ്. കേടായ നെർവ് കോശങ്ങളെയും കരൾ കോശങ്ങളെയും ഒക്കെ മാറ്റി ആരോഗ്യമുള്ള പുതിയ കോശങ്ങളെ ഉണ്ടാക്കാൻ ശരീരത്തിന് അവസരം ലഭിക്കാനാണിത്. ഇതിനായി 4 ഘടകങ്ങൾക്കാണ് ഊന്നൽ നൽകേണ്ടത്. ഒന്നാമത്തത്, പോഷകങ്ങൾ ഉത്തമമായ അളവിൽ ശരീരത്തിന് കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്തുക. 2, ശരീരത്തിൻ്റെ എല്ലാ കോശങ്ങൾക്കും അവയവങ്ങൾക്കും ഉത്തമമായ അളവിൽ രക്തയോട്ടവും ഉത്തേജനവും ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. 3, ശരീരത്തിലെത്തുന്ന വിഷാംശത്തിൻ്റെ അളവ് കുറയ്ക്കാൻ ശ്രമിക്കുക. 4, ശരീരത്തിൽ അടിഞ്ഞിരിക്കുന്ന അമിത കൊഴുപ്പ് മാറ്റുക എന്നതും omega-3, 6 കൊഴുപ്പുകളുടെ അനുപാതം 1:1 ആക്കുകയുമാണ്. ആൽക്കഹോളും അതിൽ നിന്നുണ്ടാകുന്ന ആൾഡിഹൈഡും മൂലമുണ്ടായ കേടായ കോശങ്ങളെ മാറ്റി പുതിയവ ഉണ്ടാകുന്നതോടെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിനൊപ്പം മദ്യപാന ശീലത്തിൽ നിന്നും മോചനം നേടാനും കഴിഞ്ഞെന്നിരിക്കും. മറ്റൊരു കാര്യം, ആരോഗ്യകാര്യങ്ങളെക്കുറിച്ചും നൂതന ചികിത്സാരീതിയെക്കുറിച്ചും സംസാരിക്കുന്ന വ്യക്തിയുടെ ശാസ്ത്രീയ അടിത്തറ വിലയിരുത്തണം. ഞാൻ ഡോക്ടർ ജോളി തോംസൺ, 1981 ബാച്ചിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും MBBSും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് MDയും റീപ്രൊഡക്റ്റീവ് മെഡിസിനിലും സർജറിയിലും സ്പെഷ്യൽ ട്രെയിനിങ്ങുകൾക്കും ശേഷം ഗവൺമെൻറ് സർവീസിൽ ചേർന്നു. 97 റിസൈൻ ചെയ്ത ശേഷം എറണാകുളത്ത് തേവരയിൽ ലൈഫ് കെയർ സെൻ്ററിൽ ജീവിതശൈലി രോഗങ്ങൾക്കും വന്ധ്യതയ്ക്കും ചികിത്സ നൽകുന്നു. മോഡേൺ മെഡിസിനിൽ ഉപയോഗിക്കുന്ന മരുന്നുകളും ഓപ്പറേഷനുകളും ഫിസിയോതെറാപ്പിയും ഇമ്മ്യൂണിറ്റിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തി. ഈ പഠനങ്ങളുടെ വെളിച്ചത്തിൽ ഇമ്മ്യൂണിറ്റിയെ ഉത്തേജിപ്പിക്കാനുള്ള ഒപ്റ്റിമൈസ് ന്യൂട്രിയൻ ഫുഡ്, ഒപ്റ്റിമൈസ് ന്യൂട്രിയൻ സോൾട്ട്, ഒപ്റ്റിമൈസ് ന്യൂട്രിയൻ ഓയിൽ എന്നീ പോഷക മിശ്രിതങ്ങളും ഓക്സിഫ്ലെക്സ് എന്ന പ്രത്യേക വ്യായാമ രീതിയും ഡെവലപ്പ് ചെയ്തു. ഈ പോഷക മിശ്രിതങ്ങളുടെയും വ്യായാമത്തിൻ്റെയും സഹായത്തോടെ ജീവിതശൈലി ക്രമീകരിച്ച് പ്രഷറും ഹൃദ്രോഗവും പ്രമേഹവും പോലുള്ള ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളും ചികിത്സിച്ചു മാറ്റാനും അതുവഴി മരുന്നുകളുടെയും ഓപ്പറേഷനുകളുടെയും ആവശ്യകത കുറയ്ക്കാനും പ്രായമാകുന്നത് പതുക്കെയാക്കാനും സാധ്യമാക്കുന്ന സെൽ ആക്ടിവേഷൻ എന്ന നൂതന ചികിത്സാരീതിയും ഡെവലപ്പ് ചെയ്തു. വെബ്സൈറ്റിൽ നിന്നും യൂട്യൂബിൽ നിന്നും ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തെക്കുറിച്ച് കൂടുതൽ അറിയാനാകും. ഡോക്ടറേക്കാൾ അറിവ് നേടാം എന്ന യൂട്യൂബ് സീരീസിലെ 11 വീഡിയോകളും നൂതന സമീപനം എന്ന സീരീസിലെ ആദ്യ വീഡിയോയും നിങ്ങളുടെ രോഗത്തെക്കുറിച്ചുള്ള വീഡിയോയും ചികിത്സ എങ്ങനെയാകണം എന്ന സീരീസിലെ വീഡിയോയും കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാ ശനിയാഴ്ചയും 2:30 ലൈവ് എപ്പിസോഡുകളും നിങ്ങളുടെ രോഗവുമായി ബന്ധപ്പെട്ട കഴിഞ്ഞുപോയ എപ്പിസോഡുകളും കാണുന്നത് നല്ലതാണ്. ഇതിലൂടെ ലഭിച്ച അറിവ് പ്രയോജനപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യാനും മദ്യം ഉപയോഗിക്കുന്നവർക്കും
മദ്യപാനത്തിൽ നിന്ന് പ്രിയപ്പെട്ടവരെ രക്ഷപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഷെയർ ചെയ്യാനും ഓർമ്മിക്കുക. അഭിപ്രായങ്ങൾ കമൻസിൽ എഴുതി അറിയിക്കുക. താങ്ക് യു.